ശബരിമല മുന്നൊരുക്ക പാളിച്ചയിൽ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും കുടഞ്ഞ് ഹൈക്കോടതി. ഇത്രയധികം ആളുകളെ എന്തിന് കയറ്റുന്നുവെന്ന് ദേവസ്വം ബെഞ്ച്. ശബരിമലയിൽ ഏകോപനം അനിവാര്യം. വെള്ളിയാഴ്ചക്കകം വിശദീകരണം നൽകാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനും നിർദ്ദേശം. ശബരിമല ഏകോപന പിഴവിൽ സർക്കാരിനെ കടന്നാക്രമിച്ച പ്രതിപക്ഷം. തീർത്ഥാടന കാലം വികലമാക്കിയെന്ന് വി.ഡി. സതീശൻ. സർക്കാർ ഒരു ചുക്കും ചെയ്തില്ല എന്ന് വിമർശനം. ദേവസ്വം മന്ത്രിക്ക് താൽപര്യം സ്വർണം അടിച്ചുമാറ്റാൻ മാത്രമെന്ന് രമേശ് ചെന്നിത്തല. വിട്ടുവീഴ്ചയില്ലാത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ സന്നിധാനം സാധാരണ നിലയിൽ. പുലർച്ചെ മുതൽ ഭക്തർക്ക് സുഗമമായ ദർശനം. തിരക്ക് നിയന്ത്രിക്കാൻ സ്പോട്ട് ബുക്കിംഗ് 20,000 ചുരുക്കി. 32 പേരുടെ NDRF സംഘം സന്നിധാനത്ത്. BLOമാരുടെ ജോലിഭാര പ്രതിസന്ധി മുഖവിലക്കെടുക്കാതെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ജോലിയിൽ വിട്ടുവീഴ്ച പാടില്ല എന്ന് രത്തൻ യു ഖേൽക്കർ. ഭരണഘടനാ ഉത്തരവാദിത്തം നിറവേറ്റേണ്ടത് കടമ. ടാർഗറ്റിന് വേണ്ടി കൂട്ടായ പരിശ്രമം വേണം. പരാതികൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും രത്തൻ ഖേൽക്കർ. SIR നടത്തിപ്പിൽ BLOമാരുടെ പരാതി പ്രളയം. ആലപ്പുഴയിൽ ഉദ്യോഗസ്ഥരെ നേരിട്ട് വിളിച്ച് ജില്ലാ കലക്ടറുടെ ശാസന. ചടങ്ങ് പോലെ പണിയെടുത്താൽ നടപടിയെടുക്കുമെന്ന് താക്കീത്. കണ്ണൂരിൽ പരിശീലന പരിപാടിയിൽ പരസ്യമായി പ്രതിഷേധിച്ച് ഉദ്യോഗസ്ഥർ. മലപ്പുറം കോട്ടക്കലിൽ BLOയെ സമൂഹമാധ്യമത്തിൽ അപമാനിച്ചയാൾ അറസ്റ്റിൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ കേരളത്തിന്റെ ഹർജി സുപ്രീംകോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. രാഷ്ട്രീയ പാർട്ടികളുടെ ഹർജിയും പരിഗണനയ്ക്ക്. സംസ്ഥാനത്ത് SIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CPIM സുപ്രീംകോടതിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിനൊപ്പമുള്ള SIR BLOമാരെ സമ്മർദ്ദത്തിലാക്കുന്നു എന്നും ഹർജി. പെരിങ്ങമല സഹകരണ സംഘ അഴിമതിയിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് ഉൾപ്പെടെയുള്ളവർക്ക് വൻ തിരിച്ചടി. S. സുരേഷ് 43 ലക്ഷം രൂപ തിരിച്ചടക്കണമെന്ന് സഹകരണ വകുപ്പിന്റെ ഉത്തരവ്. ബാങ്ക് പ്രസിഡന്റും RSS നേതാവുമായ G. പത്മകുമാർ തിരിച്ചടക്കാനുള്ളത് 46 ലക്ഷം. ചട്ടങ്ങൾ ലംഘിച്ചും ക്രമക്കേട് നടത്തിയും 4 കോടിയിലേറെ രൂപയുടെ അഴിമതി നടത്തിയെന്ന് കണ്ടെത്തൽ. ഇടുക്കി വാഴത്തോപ്പിൽ സ്കൂൾ ബസ് ഇടിച്ച് പ്ലേ സ്കൂൾ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മരിച്ചത് ഗിരിജ്യോതി പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി ഹെയ്സൽ ബെൻ. ദാരുണ സംഭവം സ്കൂൾ മുറ്റത്ത്. മറ്റൊരു കുട്ടിയുടെ കാലിന് പരിക്ക്. കൊച്ചിയിൽ 4 വയസ്സുകാരിയെ ചട്ടുകം കൊണ്ട് പൊള്ളിച്ച കേസിൽ കുട്ടിയുടെ അച്ഛനെയും പ്രതി ചേർക്കും. അമ്മ കുഞ്ഞിനെ ഉപദ്രവിച്ചത് അച്ഛന്റെ അറിവോടെയെന്ന് പോലീസ്. കുഞ്ഞിനെ പൊള്ളിച്ചത് അനുസരണ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായെന്ന് അമ്മയുടെ മൊഴി. ഭക്ഷണം നൽകിയിട്ടും വിശക്കുന്നുവെന്ന് പറഞ്ഞത് പ്രകോപിപ്പിച്ചു എന്ന് അമ്മ. കോഴിക്കോട് UDFന്റെ മേയർ സ്ഥാനാർത്ഥിത്വത്തിലെ അനിശ്ചിതത്വത്തിൽ പ്ലാൻ ബിയുമായി കോൺഗ്രസ്. VM ബിനുവിന് പകരക്കാരനെ കണ്ടെത്താൻ DCC പ്രസിഡന്റിന്റെ ചുമതല. വോട്ടർ പട്ടികയിൽ ബിനുവിന്റെ പേര് ഉൾപ്പെടുന്നതിൽ ഹൈക്കോടതി തീരുമാനം നിർണായകം. മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് പട്ടികയിൽ ചേർക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ തീരുമാനം ഉടൻ. എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി തർക്കത്തിൽ പ്രമുഖ നേതാക്കളെ അവഗണിച്ച് കോൺഗ്രസ്. മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർ നിശിതമായി എതിർത്തിട്ടും സ്ഥാനാർത്ഥി പട്ടികയുമായി DCC മുന്നോട്ട്. പാലക്കാട് പിരായിരിയിൽ തമ്മിലടിച്ച് കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ. മലപ്പുറം പെരുവള്ളൂരിൽ സ്ഥാനാർത്ഥികളെ ചൊല്ലി മുസ്ലിം ലീഗിലും കയ്യാങ്കളി. പാലക്കാട് BJPയിലെ അന്തഛിദ്രം അയവില്ലാതെ തുടരുന്നു. കൃഷ്ണദാസിന്റെ സീറ്റ് റദ്ദാക്കാൻ കൃഷ്ണകുമാർ പക്ഷത്തിന്റെ ചരടുവലി. പട്ടിക്കരയിൽ നിന്ന് മാറ്റണമെന്ന് പരാതി നൽകി കൃഷ്ണകുമാർ പക്ഷം. വെട്ടാനുള്ള നീക്കം കൃഷ്ണദാസ് വിജയിച്ചാൽ നഗരസഭാ ചെയർപേഴ്സണാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കെ വിമതശല്യത്താൽ വലഞ്ഞ് CPIM. കണ്ണൂർ പയ്യന്നൂരിൽ LDF സ്ഥാനാർത്ഥിക്കെതിരെ CPIM ബ്രാഞ്ച് സെക്രട്ടറി മത്സരത്തിന്. മണ്ണാർക്കാട് PK ശശിയുടെ ജനകീയ മതേതര മുന്നണി ടിക്കറ്റിൽ മുൻ CPIM ബ്രാഞ്ച് സെക്രട്ടറി.
തിരുവനന്തപുരം ചിറയിൻകീഴിൽ BJP സ്ഥാനാർത്ഥിയുടെ വീടിന് തീയിട്ട് അജ്ഞാതർ. 17-ാം വാർഡ് സ്ഥാനാർത്ഥി ടിൻഡു വിജയന്റെ വീട് ആക്രമിച്ചത് ഹെൽമറ്റ് ധരിച്ചെത്തിയ 2 പേർ. തൃശൂർ കോർപ്പറേഷനിൽ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് നേരെയും ആക്രമണം. ബീഹാറിൽ പുതിയ NDA സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രി പദത്തിന് പുറമെ ആഭ്യന്തര വകുപ്പും കൂടി നേടിയെടുക്കാൻ JDUവിന്റെ ചരടുവലി. സ്പീക്കർ സ്ഥാനം BJPക്ക് കൊടുത്ത് ആഭ്യന്തര വകുപ്പ് നൽകണമെന്ന ആവശ്യം. BJPയുടെ തീരുമാനം നിർണായകം. നാളത്തെ ചടങ്ങിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ അൽ-ഫലാഹ് സർവകലാശാല സ്ഥാപകൻ ജവാദ് അഹമ്മദ് സിദ്ദിഖിയെ അറസ്റ്റ് ചെയ്ത് ED. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ അറസ്റ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് കേസിൽ. സിദ്ദിഖിയുടെ സഹോദരൻ ഹമൂദ് അഹമ്മദ് നിക്ഷേപ തട്ടിപ്പ് കേസുകളിൽ മധ്യപ്രദേശ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. കോയമ്പത്തൂരിലും മധുരയിലും മെട്രോ റെയിൽ പദ്ധതികൾ കേന്ദ്രം നിഷേധിക്കുന്നു. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് അവഗണന. കേന്ദ്ര സർക്കാർ പക്ഷപാതമില്ലാതെ ജനങ്ങളെ സേവിക്കണമെന്നും സ്റ്റാലിൻ. ഡൽഹിയിൽ വായുമലിനീകരണം അതിരൂക്ഷമായി തുടരുന്നു. വായു ഗുണനിലവാര സൂചിക 391 ആയി. ചാന്ദിനി ചൗക്ക് DTU മേഖലകളിൽ സൂചിക 400-ന് മുകളിൽ. അനങ്ങാപ്പാറ നയം തുടരുന്ന ഡൽഹി സർക്കാരിന് കടുത്ത വിമർശനം. ആന്ധ്രാപ്രദേശിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 3 സ്ത്രീകൾ ഉൾപ്പെടെ 7 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടെന്ന് പോലീസ്. മരിച്ചവരിൽ CPI മാവോയിസ്റ്റ് നേതാവ് ടെക് ശങ്കർ എന്ന മെട്ടൂരി ജോഗറാവുവും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് DGP. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മരയിടുമില്ലി വനമേഖലയിൽ നടക്കുന്ന 2ാമത്തെ ഏറ്റുമുട്ടൽ. ന്യൂയോർക്ക് മേയർ സോറാൻ മംദാനിക്കെതിരെ ഗുരുതര ആരോപണവുമായി ഡൊണാൾഡ് ട്രംപിന്റെ മകൻ എറിക് ട്രംപ്. മംദാനി ഇന്ത്യൻ ജനതയെയും ജൂതരെയും വെറുക്കുന്ന കമ്മ്യൂണിസ്റ്റ്. തീവ്ര ഇടത് ആശയങ്ങളിലൂടെ ന്യൂയോർക്കിനെ ഉടച്ചുവാർക്കാനാണ് മംദാനിയുടെ ശ്രമമെന്നും എറിക്. പരാമർശം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ. മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗി വധത്തിൽ സൗദി കിരീടാവകാശിക്ക് പങ്കില്ല എന്ന് ഡൊണാൾഡ് ട്രംപ്. കൊലപാതകത്തിന് ഉത്തരവിട്ടത് മുഹമ്മദ് ബിൻ സൽമാൻ എന്ന US ഇന്റലിജൻസ് കണ്ടെത്തൽ തള്ളി പരസ്യ പ്രതികരണം. ട്രംപിന്റെ പ്രതിരോധം വൈറ്റ് ഹൗസിൽ സൽമാനെ മുന്നിലിരുത്തി. സൗദി കിരീടാവകാശി അമേരിക്കയിലെത്തുന്നത് 2018-ലെ ഖഷോഗി വധത്തിന് ശേഷം ആദ്യം. സൗദി അറേബ്യയ്ക്ക് അത്യാധുനിക F-35 വിമാനങ്ങൾ നൽകുമെന്ന് ഡൊണാൾഡ് ട്രംപ്. 48 പുതിയ വിമാനങ്ങൾ വാങ്ങാൻ സൗദി താൽപ്പര്യം പ്രകടിപ്പിച്ചതിന് പിന്നാലെ പ്രഖ്യാപനം. ഇക്കാര്യത്തിൽ ഇസ്രയേലിന് എതിർപ്പില്ല. ഇരു രാജ്യങ്ങളും അമേരിക്കയുടെ അടുത്ത പങ്കാളികളായി തുടരുമെന്നും ട്രംപ്. കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയും അമേരിക്കൻ ശതകോടീശ്വരനുമായ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഫയലുകൾ പുറത്തേക്ക്. ജനപ്രതിനിധി സഭയും സെനറ്റും ബിൽ അംഗീകരിച്ചു. ബിൽ ഒപ്പുവയ്ക്കാനായി ഉടൻ ട്രംപിന് കൈമാറും. ഫയലുകളിൽ ട്രംപിനെതിരെയും പരാമർശമെന്ന് എലോൺ മസ്കിന്റെ ആരോപണം. ഈജിപ്ത് 1ാം-ഘട്ട പാർലമെന്റ് ഫലങ്ങൾ റദ്ദാക്കി ദേശീയ തെരഞ്ഞെടുപ്പ് അതോറിറ്റി. ബാലറ്റ് കൃത്രിമം ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി നടപടി. റദ്ദാക്കിയത് 19 ഇലക്ടറൽ ജില്ലകളിലെ ഫലം. വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് അതോറിറ്റി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. മോസ്കോയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ കൂടിക്കാഴ്ച. ഡിസംബറിൽ നടക്കാനിരിക്കുന്ന പുടിന്റെ ആദ്യ ഇന്ത്യൻ സന്ദർശനത്തിന്റെ ഒരുക്കങ്ങൾ ചർച്ചയായി. ജപ്പാൻ ഒയിറ്റായിൽ വൻ തീപിടുത്തം. 170-ലധികം വീടുകൾ കത്തിനശിച്ചു. ഒരാളെ കാണാതായി. 300-ലധികം വീടുകൾ ഇരുട്ടിൽ. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. പോർച്ചുഗീസ് നാവികൻ ഫെർഡിനാൻഡ് മെഗല്ലന്റെ ജീവിതം പ്രമേയമാകുന്ന ചിത്രം മെഗല്ലന്റെ ട്രെയിലർ പുറത്ത്. മെഗല്ലനായി വേഷമിടുന്നത് ഗെയിൽ ഗാർസിയ ബേണൽ. ചിത്രമൊരുക്കിയത് സ്വതന്ത്ര സംവിധായകൻ ലാവ് ഡയാസ്. റിലീസ് 2026 ജനുവരിയിൽ.
56ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് നാളെ തുടക്കമാകും. ബ്രസീലിയൻ ചിത്രം ദ ബ്ലൂ ട്രെയിൻ ഉദ്ഘാടന ചിത്രം. 81 രാജ്യങ്ങളിൽ നിന്നുള്ള 240 ചിത്രങ്ങൾ പ്രദർശനത്തിന്. ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ 3 മലയാള ചിത്രങ്ങളും. എഴുപത്തിനാലാമത് മിസ് യൂണിവേഴ്സ് മത്സരത്തിനൊരുങ്ങി തായ്ലാൻഡ്. വെള്ളിയാഴ്ച നടക്കുന്ന ഫൈനലിൽ രാജസ്ഥാൻ സ്വദേശി മണിക വിശ്വകർമ്മ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. ഈ വർഷത്തെ മത്സരത്തിന്റെ പ്രമേയം സ്നേഹത്തിന്റെ ശക്തി. ട്രംപിന്റെ അത്താഴ വിരുന്നിൽ അതിഥിയായി ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. റോണോ എത്തിയത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ ആദരിക്കുന്നതിനായി ട്രംപ് ഒരുക്കിയ അത്താഴ വിരുന്നിൽ. ചടങ്ങിലെത്തിയതിന് ക്രിസ്ത്യാനോയോട് നന്ദി പറഞ്ഞ ട്രംപ്. രണ്ടായിരത്തി ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടി സ്പെയിനും ബെൽജിയവും. സ്പെയിനെ സമനിലയിൽ കുരുക്കിയ തുർക്കി പ്ലേ ഓഫിൽ. സ്കോട്ട്ലാൻഡും ഓസ്ട്രിയയും സ്വിറ്റ്സർലാൻഡും ലോകകപ്പിന്. ചെസ് ലോകകപ്പിൽ സെമി ഉറപ്പിക്കാൻ അർജുൻ എരിഗൈസി. ഇന്ത്യൻ താരത്തിന് 6ാം റൗണ്ടിൽ ഇന്ന് ടൈ ബ്രേക്കർ പോരാട്ടം. ഗ്രാൻഡ് മാസ്റ്റർ വെയുമായി 2ാം മത്സരവും സമനില.